ഓണമാഘോഷിക്കുകയാണ് മലയാളികൾ. ഇന്ന് ഉത്രാടപ്പാച്ചിലിന്റെ ദിവസമാണ്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ഓണക്കാഴ്ചകളുമായി ചേരുകയാണ്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് മാനസ നമ്മളോടൊപ്പം ചേരുന്നു. തിരുവനന്തപുരത്തെ ഓണക്കാഴ്ചകൾ നമുക്കൊന്ന് അറിഞ്ഞു വരാം. വളരെ വേഗത്തിൽ പോയി വരാം മാനസയിലേക്ക്. മാനസ, ഉത്രാടപ്പാച്ചിലാണ് ഇന്ന്. ഉത്രാട ദിവസം ഓണമാഘോഷിക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പുകൾ, സദ്യയൊരുക്കങ്ങൾ, ഓണക്കോടികൾ വാങ്ങണം, ബന്ധുവീടുകളിലേക്ക് പോകാനുള്ള പ്ലാനുകൾ തയ്യാറാക്കണം. അങ്ങനെ എല്ലായിടങ്ങളിലും തിരക്കിന്റെ സമയമാണ്. ഈ ഉത്രാടപ്പാച്ചിലിന്റെ തുടക്ക സമയത്ത് നിൽക്കുമ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടുത്തെ കാഴ്ചകൾ എന്താണ്? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവോണത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് ജനങ്ങൾ ഉള്ളത്. നമ്മൾ തിരുവനന്തപുരത്തെ പ്രധാന കേന്ദ്രമായ ചാല മാർക്കറ്റിലാണ് ഉള്ളത്. ഈ ഉത്രാടപ്പാച്ചിൽ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങളൊക്കെയും വരുമ്പോൾ ചാല മാർക്കറ്റിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അത്രയും തിരക്കാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ 7 മണി കഴിഞ്ഞ് 8 മണിയോടെ ആവുന്നേ ഉള്ളൂ. 8 മണിക്കും എൻ്റെ പിറകിലുള്ള ആളുകളെ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം തിരക്കിലാണ് ഈ മാർക്കറ്റ് ഉള്ളത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഓണത്തെ വലിയൊരു ആശ്വാസം എന്ന് പറയുന്നത് ഇവിടുത്തെ വിലയാണ്. ഏതായാലും പച്ചക്കറികളിലും ഈ പൂക്കൾക്കും ഒക്കെ വില ഗണ്യനെ കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ആശ്വാസകരമായ ഒരു ഓണം തന്നെയാണ് ഏവർക്കും ഇത്തവണ ഉണ്ടാവുക എന്നുള്ളതാണ്. ഏതായാലും രാവിലെ തന്നെ ആളുകൾ പച്ചക്കറി ആണെങ്കിലും നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പച്ചക്കറി വാങ്ങാനും അതോടൊപ്പം തന്നെ പൂക്കൾ വാങ്ങാനും പൂക്കളം ഒരുക്കാനുള്ള തിരക്കിലാണ്. ഇപ്പോൾ റെഡിമെയ്ഡ് പൂക്കളമൊക്കെയും എത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. എങ്കിൽ കൂടിയും പൂക്കൾക്ക് വൻ ഡിമാൻഡ് തന്നെയാണ്. പൂക്കളുടെയും അവസ്ഥ ഇത്തരത്തിൽ തന്നെ വില കുറഞ്ഞ ഒരു സാഹചര്യമാണ്. 130 രൂപയ്ക്കൊക്കെ കിട്ടിയിരുന്ന പൂക്കൾ ഇപ്പോൾ 80 രൂപയ്ക്കൊക്കെയാണ് മാർക്കറ്റിൽ കിട്ടുന്നത്. ഏതായാലും നമ്മൾ കാണുന്നത് ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ചേട്ടാ, എങ്ങനെയാ വിലയൊക്കെ? വിലയൊക്കെ കുറവേ തന്നെ, എല്ലാം തറ വില. ആൾക്കാരൊക്കെ വാങ്ങാനുള്ള തിരക്കിലാണ്. എല്ലാം വാങ്ങിച്ചോ? ഇല്ല, കുറച്ച് ദിവസം പഠിക്കുന്നില്ലേ. ഇനിയിപ്പം നാളെയാണ് തിരുവോണം. ഈ ഉത്രാടപ്പാച്ചിലാണ് എല്ലാവരും ഉള്ളത്. അതെ. ഇപ്പോൾ പച്ചക്കറി വാങ്ങിക്കാണ്. പൂക്കൾ വാങ്ങിച്ചു കഴിഞ്ഞു. പച്ചക്കറി കുറച്ച് ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വില എന്നും പറഞ്ഞാൽ കൊടുക്കണ വിലയ്ക്കാണ് കൊടുക്കണം രാവിലെ. പിന്നെ 10 മണി കഴിഞ്ഞ ശേഷം ചിലപ്പോൾ സാധനം ഇല്ലെങ്കിൽ കൂടും, അല്ലെങ്കിൽ സാധനം ഉണ്ടെങ്കിൽ കുറയും. ഇത്ര തന്നെ മലക്കറി വില കുറവ് തന്നെ. ഇപ്പം ഓണത്തിന് വേണ്ടി വില കൂടുതലൊന്നും മാറ്റിക്കുന്നു, വില കുറവ് തന്നെ. ചേച്ചി, വിലയൊക്കെ എങ്ങനെയുണ്ട്? ചില ആളുകൾ വാങ്ങേണ്ട തിരക്കിലാണെന്ന് തോന്നുന്നു. പ്രതികരിക്കാനുള്ള സമയമില്ല. എങ്കിൽ കൂടിയും ഒരുപാട് ആളുകൾ തന്നെയാണ് രാവിലെ മുതൽ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ആ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പച്ചക്കറികൾക്കൊക്കെയും അത്യാവശ്യം വില കുറയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എങ്ങനെയാ ചേട്ടാ ഈ പച്ചക്കറിയുടെ വിലയൊക്കെ? ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? കാണുന്നില്ലേ? നിങ്ങൾ 1 മണിക്കൂറുകൊണ്ട് ഇവിടെ നിൽക്കുകയല്ലേ? എത്ര വരണം എത്ര പോകണമെന്ന് കാണുന്നില്ലേ? പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കഥയില്ലല്ലോ. രാവിലെ തന്നെ നിറഞ്ഞ ഒരു ചാല മാർക്കറ്റാണ് കാണുന്നത്. അതിനിപ്പോൾ ആയതൊന്നുമില്ല. റോഡേ വൃത്തികേടായിട്ട് കിടക്കും. പിന്നെ ആരും ഇങ്ങനെ ധാനമായി റോഡേ ശരിയല്ല, അത്ര. തീർച്ചയായും മനു, രാവിലെ മുതൽ, അതായത് അതിരാവിലെ മുതൽ തന്നെ ഇവിടെ ചാല മാർക്കറ്റിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിരുന്നു. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ് 2 മണിക്കൂറായി നമ്മളിവിടെ ചാല മാർക്കറ്റിൽ. അതിനിടയിൽ തന്നെ നിരവധി പേർ വന്ന് സാധനങ്ങൾ എടുക്കുന്ന തിരക്കിലാണ്. അതായത് എന്തൊക്കെയാണോ വേണ്ടത് എന്നതൊക്കെയും കണക്കാക്കിയുള്ള വരവാണ്. അതിനായുള്ള തയ്യാറെടുപ്പിലാണ്. പച്ചക്കറികൾ തിരഞ്ഞെടുക്കുന്നതിനായി ഒരു സെക്ഷൻ തന്നെയുണ്ട്. അതിൻ്റെ ഒരു മേഖലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ പൂക്കളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിഭവ സമൃദ്ധമായ ഓണം എന്ന് പറയുന്നത് പോലെ വിഭവ സമൃദ്ധമായ ഒരു ചാല മാർക്കറ്റ് തന്നെയാണ് ഇത്. ചേട്ടാ, എങ്ങനെയുണ്ട് വിലയൊക്കെ? നമ്മൾ തിരക്ക് നിൽക്കാനാണ്. അപ്പുറത്ത് ചോദിക്കും. അതിൻ്റെ ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കൊക്കെയാണ്. ആൾക്കാരൊക്കെ വന്നോളൂ. നല്ല തിരക്കുണ്ടല്ലോ, നല്ല തിരക്കുണ്ട്. പൊതുവെ വില കുറവാണല്ലോ, അത് ആശ്വാസം തന്നെയല്ലോ. കഴിഞ്ഞ ഓണത്തെ കെട്ടി കുറവ് തന്നെ. എന്നാലും കഴിഞ്ഞ ഓണത്തെ അപേക്ഷിച്ച് ഇത്തവണ വില കുറവാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് ജനങ്ങൾക്ക് വലിയ ആശ്വാസവും. പോരാത്തതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കാര്യമായ ഇടപെടലും കൂടിയുണ്ട്. ഈ വിപണന ഓണം മേളയിലും അതോടൊപ്പം തന്നെ കർഷക സംഘത്തിലൂടെയും ഒക്കെയും മേള നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വില കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ തൊഴിലാളികളാണ് ഇവരൊക്കെയും. എങ്ങനെയുണ്ട് ഓണത്തിന് ആൾക്കാരൊക്കെ വന്നത്? ഓണത്തിന് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. ഇവിടെ ഈ റോഡൊക്കെ കുരിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെ ജോലിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ജോലി ചെയ്യണവർ ഒരു ചാക്കും കൊണ്ട് പോയാൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്.
ഒരു 4 പേർക്ക് ജനം കൂടി നിന്നൊരു സാധനം വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ. അത്രയും ആൾ തിരക്ക് തന്നെയാണല്ലോ ഈ ഉത്രാട ദിനത്തിൽ വരുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓണത്തിന് വന്നിട്ട് സാധനങ്ങൾ വൻ വില കുറവ്. ഈ വില കുറവ് കാരണം ആളുകളും ഇങ്ങോട്ട് കയറാണ്, ജോലിക്കാർക്കും ബുദ്ധിമുട്ട്. ഇതാ നോക്കിക്കോളി, ഇത് എത്രയോ വർഷം എക്സ്പീരിയൻസ് ഉള്ളൊരു മാമയാണ്. മക്കളെ എനിക്ക് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അത്രത്തോളം ആളുകളുടെ തിരക്ക് തന്നെയാണ് ഈ ചാല മാർക്കറ്റിൽ ഉള്ളത് എന്നാണ് പറയുന്നത്. ചേച്ചി എങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോ? ഇല്ല വാങ്ങിച്ചില്ല വന്നതേ ഉള്ളൂ. ഇപ്പൊ വാങ്ങിക്കാനുള്ള തിരക്ക് തന്നെ. വാങ്ങിക്കാനുള്ള തിരക്കില്ല. പൊതുവെ ചാല മാർക്കറ്റിലാണ് എല്ലാവരും തന്നെ ഈ ഒരു ഉത്രാട ദിനത്തിൽ സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ എത്തുന്നത്. അതെ വന്നതേ ഉള്ളൂ, വാങ്ങിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് തലസ്ഥാനത്തെ, അതായത് ഈ തെക്ക് ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഓണസദ്യ ഒരുക്കുന്നതിലൊക്കെയും വൻ ഒരുക്കം തന്നെയാണ്. മലബാറുകാരെ സംബന്ധിച്ച് ഇത്രത്തോളം ഒരുക്കം ഈ ഒരു ഓണസദ്യക്ക് ഉണ്ടാവില്ല. എന്നാൽ കൂടിയും ഇവിടെ എല്ലാവിധ ഐറ്റവും ഉൾപ്പെടുത്തിയുള്ള ഓണസദ്യയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പച്ചക്കറികളും നോക്കി നോക്കി വാങ്ങുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. ഇതിന് കച്ചവടക്കാരും അതേ തിരക്കിൽ തന്നെയാണ് ഉള്ളത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ ഇങ്ങനെ വന്നു കൊണ്ടേയിരിക്കുന്നു. ആശ്വാസകരമായ ഒരു ഓണം തന്നെയാണ്. ചേട്ടാ, ഇങ്ങനെ പഴങ്ങളുടെ വിലയൊക്കെ എങ്ങനെയാ? ചേച്ചി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? നേരത്തെ വന്നോ? എങ്ങനെ മാർക്കറ്റിൽ മൊത്തം തിരക്കാണ് ഇപ്പോൾ? അത്രയും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തിരക്കും വലിയ തിരക്കില്ല. തിരുവോണ ഒരുക്കങ്ങളൊക്കെ എന്തായി? ഏതായാലും തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾ നടത്താനുള്ള തിരക്കിൽ തന്നെയാണ്. നമ്മൾക്കും ഈ ഒരു തിരക്കിനിടയിൽ ഈ സഞ്ചരിച്ച് അതെനിക്ക് മനസ്സിലായി. ഏതായാലും മാനസയുടെ മനസ്സിലായി, അവർ വളരെ തിരക്കിലാണ്. കാരണം പുലർച്ചെ ഉത്രാടപ്പാച്ചിലാണല്ലോ. കാരണം എല്ലാവരും സാധനമൊക്കെ വാങ്ങി അതിനുശേഷം ഇനി വീട്ടിലേക്ക് പോയിട്ട് വേണം സദ്യ ഒരുക്കാനുള്ള വട്ടങ്ങൾ കൂട്ടാൻ. ഒപ്പം തന്നെ ബന്ധുവീടുകളിലേക്കൊക്കെ പോകണം, ഓണക്കോടി എടുക്കണം. അങ്ങനെ ഒരുപാട് തിരക്കിൻ്റെ ഒരു സമയം കൂടിയാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ കുറേ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വിലക്കുറവ്. ഇത്തവണത്തെ വിലക്കുറവ് എടുത്തു പറയേണ്ടതാണ്. കാരണം പച്ചക്കറികൾക്കടക്കം വലിയ തോതിൽ വിലക്കുറവുണ്ട്. മറ്റൊന്നും നാടൻ പച്ചക്കറികൾ ഒരുപാട് കിട്ടാനുണ്ട് എന്നതാണ് വസ്തുത. ഇത്തവണ സർക്കാർ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമുക്കറിയാം കൃഷിഭവനുകളുണ്ട് എല്ലായിടങ്ങളിലും. ആ കൃഷിഭവനുകൾ അതത് പ്രദേശങ്ങളിലെ കർഷകരുടെ അവരുടെ പച്ചക്കറികൾ അവരുടെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങി, വിപണി വിലയേക്കാൾ കൂടുതൽ നൽകി വാങ്ങി, അത് നേരിട്ട് കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള സംഘങ്ങളിലൂടെ കച്ചവടം ചെയ്യുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറികൾക്ക് വലിയ വിലക്കുറവുണ്ട്. മറ്റൊന്ന് സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ് അവരുടെ ഇടപെടലുകൾ വലിയ തോതിൽ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സഹായകരമായിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും സുഖകരമായി ഓണം ആഘോഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഈ ചാല മാർക്കറ്റിൻ്റെ മറ്റൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചാല മാർക്കറ്റ് തിരുവനന്തപുരത്തെ അറിയാവുന്നവർക്കറിയാം, തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു മാർക്കറ്റാണ്. ഏറ്റവും വലിയ മാർക്കറ്റും തിരക്കുള്ള ഇടവുമാണ്. എപ്പോഴും തിരക്കാണ്. ഓണം പോലെ തന്നെയാണ് എപ്പോഴും അവിടെ ഇപ്പോൾ ആ മാർക്കറ്റ് നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പണികൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് തൊഴിലാളികളടക്കം പരാതി പറയുന്നൊരു കാര്യമുണ്ട്. കാരണം അവിടെ റോഡുകൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി റോഡുകൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ ഏറ്റവും പുതുതായ രീതിയിൽ ചാല മാർക്കറ്റിനെ മാറ്റാനുള്ളൊരു പരിപാടിയാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൂടി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.